ഹരി ഓം. ധർമ്മചിന്ത സമാജത്തിൽ വ്യാപകമാവേണ്ടതുണ്ട്. അതിന് ശബരിഗിരീശനായ ധർമ്മശാസ്താവ് മണികണ്ഠസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാമിയേ ശരണമയ്യപ്പ എന്ന് നമുക്ക് ശരണം പ്രാപിക്കാം. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യബോധവും മാർഗബോധവും നൽകി. ധർമ്മത്തിന് അങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. പരമമായ സ്വാതന്ത്ര്യം അത് വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ടാണ് നേടാൻ സാധിക്കുക. ആ അറിവിനെ ആർജിക്കണമെങ്കിൽ മനസ്സ് വിവേക വൈരാഗ്യ സമ്പന്നമാവണം. വിവേകമെന്ന് പറഞ്ഞാൽ കാണുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളൊന്നും തന്നെ സുഖം തരുന്നതിന് പര്യാപ്തമല്ല. അവയൊക്കെ തന്നെ നാമരൂപ കൽപ്പന കൊണ്ട് പ്രതിഭാസിതമാവുന്നതാണ്. വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ത്രിഗുണം മാത്രമേ ഉള്ളൂ. സത്വത്തിൻ്റെയും രജസിൻ്റെയും തമസിൻ്റെയും വിവിധ ചേരുവകളാണ്. ശാസ്ത്രഭാഷയിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയും. അത്രയേ ഉള്ളൂ ലോകത്തിൽ. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എനർജി മാത്രമേ ഉള്ളൂ. ഇതാണ് ശാസ്ത്രഭാഷ. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക് സ്വരൂപം മാത്രം, കാണുന്ന ആൾ മാത്രമേ വാസ്തവത്തിലുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നത്. ഈ ഒരു അറിവിലേക്ക് ഉയരാൻ വേണ്ടി കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യണം, പരോപകാരാർത്ഥം ചെയ്യണം. അപ്പം സങ്കുചിത താല്പര്യങ്ങളും കാമനകളുമൊക്കെ ക്രമേണ അരങ്ങൊഴിയും. ഇതാണ് ഉപദേശം. ഈ ഉപദേശം സദ്ഗുരുവിൽ നിന്ന് ശ്രവിക്കണം. ഇപ്പം ഇവിടെ മഹാരാജാവ് ചോദിക്കുന്നു, എന്താണ് സദ്ഗുരുവിൻ്റെ ലക്ഷണം? സദ്ഗുരുവിൻ്റെ ലക്ഷണം സങ്കുചിത സ്വാർത്ഥത്തെ വെടിഞ്ഞ് ലോക കല്യാണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവനാകുന്നു. വിത്തത്തിൽ ചിത്തമൊഴിഞ്ഞവനാണ് സദ്ഗുരു. ശിഷ്യവിത്താപഹാരിണ എന്നൊരു പ്രയോഗമുണ്ട് ഗുരുക്കന്മാരെക്കുറിച്ച് പറയുമ്പോഴേ. ഇത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ശിഷ്യൻ്റെ വിത്തത്തിലാണ്, വിത്തെന്ന് പറഞ്ഞാൽ ധനം എന്നർത്ഥം, അതിലാണ് കണ്ണ്. മണികണ്ഠസ്വാമി പറയുന്നു, വിത്തത്തിൽ ആകൃഷ്ടനായവൻ സദ്ഗുരുവല്ല. ചിത്തവിത്താപഹാരിണ ശിഷ്യവിത്താപഹാരിണ, ശിഷ്യവിത്തത്തെ അപഹരിക്കുന്നവൻ ഗുരു. ശിഷ്യൻ്റെ കാശ് മാത്രം അന്വേഷിക്കുന്നു, നല്ല ഗുരുവല്ല. മറിച്ച് ശിഷ്യവിത്ത് ചിത്ത അപഹാരിണ. ശിഷ്യവിത്ത് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ്റെ മനസ്സ് അറിയുന്നവൻ, അതുപോലെ തന്നെ താപത്തെ ഹരിക്കുന്നവൻ. ഇപ്പം ശിഷ്യവിത്താപഹാരിയായിരിക്കണം സദ്ഗുരു. അങ്ങനെയുള്ള ഗുരുവിനെ സമീപിക്കണം. ധർമ്മശാസ്താവിനെ, മണികണ്ഠസ്വാമിയെ സമ്പൂർണമായി ആശ്രയിച്ചാലും മതി എന്നും മണികണ്ഠസ്വാമി ചൂണ്ടിക്കാണിക്കുന്നു. എത്ര വേദാധ്യയനം ചെയ്താലും, എത്ര ശാസ്ത്ര പുരാണ ഇതിഹാസങ്ങൾ പഠിച്ചാലും, എത്ര കർമ്മം ചെയ്താലും, എത്ര മന്ത്രം ജപിച്ചാലും മണികണ്ഠസ്വാമി വശകനാവില്ല. മണികണ്ഠസ്വാമി പറയാണ്, എന്നെ സർവാത്മനാ ശരണം പ്രാപിക്കുന്ന സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ആശ്രയിക്കുന്ന ഭക്തിക്ക് മുന്നിൽ ഞാൻ വശകനാവും. വീണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്നെ ഭക്തിപൂർവം ആശ്രയിച്ചാൽ അവരുടെ അന്തഃകരണത്തിലെ മാലിന്യങ്ങളെ ഉപശമിപ്പിച്ച് താതാത്മ്യ ബുദ്ധികളെയും കാമകർമ്മങ്ങളെയും ഒക്കെ അതിക്രമിക്കാൻ അവരെ സഹായിച്ചുകൊണ്ട് ഞാൻ അറിവ് പ്രദാനം ചെയ്യും. അപ്പം നമുക്ക് ഈശ്വരാർപ്പണ കർമ്മത്തിൻ്റെ, പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുന്നതിൻ്റെ, സമ്പദ് സമൃദ്ധി ഉറപ്പാക്കുന്നതിൻ്റെ പാതയിലൂടെ, എന്നാൽ എനിക്ക് വേണ്ടത് മോക്ഷമാണെന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാം. ത്രിഗുണങ്ങൾ ചേർന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായതും വിരാട് പുരുഷനുണ്ടായതും, അതിൽ തന്നെ സൃഷ്ടികർത്താവായി ബ്രഹ്മാവും സ്ഥിതിപാലകനായി വിഷ്ണുവും സംഹാര നായകനായി പരമശിവനുമൊക്കെ ഉരുത്തിരിഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്. വിരാട് സ്വരൂപം, ത്രിമൂർത്തി കൽപ്പന, ഇതൊക്കെ വിസ്തരിക്കുന്നുണ്ട്.
അങ്ങനെയൊക്കെ വിസ്തരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം പരിലസിക്കുന്നു. ആ പ്രപഞ്ചത്തെ അതിക്രമിക്കാൻ മനസ്സിരുത്തിക്കൊള്ളണം. അതിനുള്ള വഴി ഈശ്വരാർപ്പണ കർമ്മത്തിൻ്റേതാവുന്നു. അങ്ങനെ കർമ്മം ചെയ്യുന്ന സമയത്ത് പ്രകൃതി രക്ഷണം ഉറപ്പാക്കണം, സമാജ സേവനം നിർവഹിതമാകണം, സമ്പദ് സമൃദ്ധി ഉറപ്പാക്കണം. എന്നിട്ടും ഇതിനോടൊന്നിനോടും ഒട്ടലില്ലാതെ വർത്തിക്കാൻ കഴിയണം. ഇത് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മണികണ്ഠസ്വാമി ജനകൻ്റെയും ശുഖബ്രഹ്മർഷിയുടെയും ഒക്കെ ഒട്ടനവധി പേരുടെ ദൃഷ്ടാന്തം പറയുന്നു. അവരൊക്കെ ലോകകാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് മായാ അതിക്രമണത്തെ സാധിച്ചത്. ആ വഴിയെ അവലംബിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഗുരുവായി ശിഷ്യ അന്തഃകരണത്തിൽ തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതാണ് എന്നും മണികണ്ഠസ്വാമി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വീണ്ടും പല ചോദ്യോത്തരങ്ങളിലൂടെയും ഭൂതനാഥഗീത പുരോഗമിക്കുന്നുണ്ട്. ആരാധനാവിശേഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഏതായാലും സംതൃപ്തനായ മഹാരാജാവ് അങ്ങ് പണിയുന്ന ഒരു ക്ഷേത്രത്തിൽ ഉപവിഷ്ടനായിരുന്ന് അനുഗ്രഹം ചൊരിയണം, എൻ്റെ വംശത്തിൻ്റെ സംരക്ഷണത്തെ, കുലരക്ഷയെ ചെയ്യണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. എവിടെയാണ് ക്ഷേത്രം പണിയേണ്ടതെന്നും ഏത് വിധമാണ് അത് നിർവഹിക്കേണ്ടതെന്നും ഒക്കെ ചോദിച്ചു. ഈ വിഷയത്തിനൊക്കെ മണികണ്ഠൻ ഗംഭീരമായിട്ടുള്ള മാർഗദർശനം നൽകുന്നു. ഞാൻ അയക്കുന്ന ഒരു ശരം എവിടെ ചെന്ന് വീഴുന്നുവോ അവിടെ ക്ഷേത്രം പണിയാം, അതെവിടെ ചെന്ന് വീഴുന്നു എന്ന കാര്യം അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. ശരമെയ്തു. അതാകട്ടെ മഹാരാജാവിന് കൃത്യമായിട്ട് മനസ്സിലായി. പമ്പാ നദിയെക്കുറിച്ച് ഗംഗാ നദിയാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശബരി തപം ചെയ്ത ശബരിഗിരി, അവിടെ ഉത്തമ സ്ഥാനത്താണ് ഈ ശരം ചെന്ന് വീണത്. അവിടെ ക്ഷേത്രം പണിയുക. മാളികപ്പുറത്ത് അമ്മയ്ക്കും സംവിധാനം വേണം, കാരണം സാക്ഷാൽ അന്നപൂർണ ദേവിയാണ്. ധർമ്മശാസ്താവ് ഞാൻ പരമശിവനായിട്ടാണ് പരിലസിക്കുക. അവിടെ അന്നപൂർണ ദേവി ഉണ്ടാവും. അതുപോലെ വാപര സ്വാമികൾക്കും സംവിധാനം ഒരുക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഈ വിഷയത്തിൽ എന്തെങ്കിലും സന്ദേഹം ഉണ്ടാവുമ്പോഴേക്കും പ്രതിഷ്ഠാ കാര്യങ്ങൾക്കൊക്കെ മാർഗദർശനം നൽകാൻ അഗസ്ത്യ മാമുനി എത്തിച്ചേരുമെന്നും മണികണ്ഠസ്വാമി പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ പ്രകാരം ഘട്ടം ഘട്ടമായി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടാണ് മണികണ്ഠസ്വാമി പന്തളത്ത് മന്നനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അന്ന് ഉപദേശിച്ച വിധാനങ്ങളാണ് നമ്മളിന്നും ആചരിച്ചു വരുന്നത്. ശബരിമല സന്ദർശനത്തിന്, തീർത്ഥാടനത്തിന് ഒരുങ്ങുന്നവർ ഗുരുസ്വാമിയെ ചെന്ന് കണ്ട് മന്ത്രദീക്ഷ വാങ്ങിച്ച് മുദ്രയണിഞ്ഞ് മാലയണിഞ്ഞ് ശരണമന്ത്രജപ നിരതരായി 3 പക്ഷം 41 ദിവസം എന്ന് നമുക്ക് ഈ കാലത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കാം, വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിയണം. അങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും 8 രാഗങ്ങളെയും അതുപോലെ വിദ്യ അവിദ്യയെയും ഒക്കെ അതിക്രമിച്ച് പ്രഭുവിനെ കാണുന്ന പ്രകാരത്തെ 18 പടി പണിയണം എന്ന നിർദ്ദേശത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. 18 പടിയെക്കുറിച്ച് മറ്റൊരു നിരീക്ഷണവുമുണ്ട്. അത് നമുക്ക് അടുത്ത ഭാഷണത്തിൽ ശ്രദ്ധിക്കാം. ഹരി ഓം.